ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ലോകത്തിലെ ഏറ്റവും വലിയ പൂന്തോട്ടത്തിൻ്റെ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മിറാക്കിൾ ഗാർഡനോട് ചേർന്നിരിക്കുന്ന കൗണ്ടറിൽ നിന്ന് ഞങ്ങൾ ടിക്കറ്റ് സ്വന്തമാക്കി. മുതിർന്നവർക്ക് 90 ദിറംസും കുട്ടികൾക്ക് 85 ദിറംസുമാണ് ടിക്കറ്റ് ചാർജ്. മെയിൻ എൻട്രൻസിൽ തീർത്തിരിക്കുന്ന വളരെ വലിയ പൂക്കൂടകൾ, അതിൻ്റെ നടുവിലൂടെ ഞങ്ങൾ ഉള്ളിലേക്ക് കടക്കുകയാണ്. ഉള്ളിലേക്ക് കടക്കുമ്പോൾ വളരെ വലിയ 2 കുതിരകളുടെ രൂപങ്ങൾ നമ്മളെ സ്വാഗതം ചെയ്യുന്നു. പച്ച പുല്ലുകൊണ്ട് തീർത്തിരിക്കുന്ന വളരെ മനോഹരമായ 2 രൂപങ്ങൾ, അതിൻ്റെ ചുവട്ടിലായി ഭംഗിയുള്ള മനോഹരമായ പൂക്കൾ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാനും സമയം ചെലവഴിക്കാനും കഴിയുന്ന അതിമനോഹരമായ ഒരു പൂന്തോട്ടമാണിത്. പൂക്കൾ കൊണ്ട് നിർമ്മിതമായ അനേകം കാസ്ലേകളും അതിമനോഹരമായ രൂപങ്ങളും നമ്മൾക്കിവിടെ കാണുവാൻ കഴിയും. 72,000 സ്ക്വയർ മീറ്ററിൽ 15 കോടിയിലധികം വരുന്ന ചെടികളും പൂക്കളും ഉപയോഗിച്ച് നിർമ്മിതമായ ഈ പൂന്തോട്ടം നിലവിൽ വന്നത് 2013-ലാണ്. 7 ലക്ഷം ലിറ്ററോളം ജലമാണ് ഇതിൻ്റെ പരിചരണത്തിന് ആവശ്യമായി വരുന്നത്. ദുബായിലെ മലിനജലവും മറ്റും റീസൈക്കിൾ ചെയ്താണ് ഇതിന് ആവശ്യമായ ജലം കണ്ടെത്തുന്നത്. ഇതിനുള്ളിലുള്ള പൂക്കളിലും ചെടികളിലും നമ്മൾ തൊടുവാനോ പൂക്കൾ പറിക്കുവാനോ അവ നശിപ്പിക്കുവാനോ പാടുള്ളതല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ അതീവ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട്. ഈ കാണുന്നത് എമിറേറ്റ്സിൻ്റെ ഒരു വിമാനമാണ്. 5 ലക്ഷത്തിലധികം പൂക്കൾ കൊണ്ടാണ് ഇതിനെ അതിമനോഹരമായി തീർത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു നിശ്ചിത അകലത്തിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതിനും മറ്റും നമുക്ക് സൗകര്യമുണ്ട്. അങ്ങ് ദൂരെയായിട്ട് കാണുന്നത് കറങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഒരു വാട്ടർ വീലാണ്. ഈ പൂന്തോട്ടത്തിൻ്റെ നടപ്പാതകളിലൊഴികെ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും പൂക്കൾ കൊണ്ട് വളരെ അതിമനോഹരമായി തീർത്തിരിക്കുകയാണ്. ഈ കാണുന്ന വളരെ വലിയ പൂക്കൂടകളും അതിൽ തൂങ്ങിക്കിടക്കുന്ന വള്ളിച്ചെടികളും കാണാൻ അതിമനോഹരമായ കാഴ്ചയാണ്. അതിനോട് ചേർന്ന് തന്നെ വിശ്രമത്തിനും മറ്റുമായി പല വിധത്തിലുമുള്ള ഇരിപ്പിടങ്ങളും ഒരുക്കിയിരിക്കുന്നു. കുട്ടികളിൽ കൗതുകമുണർത്തുന്ന അനേക രൂപങ്ങളും അനേകം കാഴ്ചകളും ഈ പൂന്തോട്ടത്തിൽ ഉണ്ട്. ഈ കാണുന്നത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ശില്പമാണ്. പൂക്കൾ കൊണ്ട് അതിനെ അതിമനോഹരമാക്കിയിരിക്കുന്നു. അത്ഭുത വിളക്കിൽ നിന്നും പുറത്തു ചാടിയ നല്ലവനായ ഭൂതം ദൂരെ നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്.
നമ്മൾ പകൽ വെളിച്ചത്തിൽ നിന്നും രാത്രി കാഴ്ചകളിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ പൂന്തോട്ടത്തിനുള്ളിലെ കാഴ്ചകൾ കണ്ട് നടക്കുമ്പോൾ സമയം പോകുന്നത് പോലും നമ്മൾ അറിയില്ല. ഈ കാണുന്ന ലവ് ഷേപ്പിലുള്ള ആർച്ചും ആർച്ചിനെ ചുറ്റിക്കിടക്കുന്ന പൂക്കളും അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന കളർ ലൈറ്റുകളും കൂടെ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. അങ്ങനെ നമ്മൾ മുൻപ് ദൂരെയായി കണ്ടിരുന്ന ആ വാട്ടർ വീലിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. രാത്രിയിലെ ഈ വാട്ടർ വീലും അതിനോട് ചേർന്നുള്ള മറ്റു കാഴ്ചകളും കാണാൻ ഒരു അസാധാരണമായ ഭംഗിയാണ്. വാട്ടർ വീലിനോട് ചേർന്ന് തന്നെ തടി കൊണ്ടുണ്ടാക്കിയ ഒരു ബോട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ആ ബോട്ടിൻ്റെ സൈഡിൽ നിന്നും തടാകത്തിലേക്ക് വീഴുന്ന വെള്ളവും വാട്ടർ വീലും ചുറ്റും പൂക്കളും കളർ ലൈറ്റുകളും, രാത്രിയിലെ ഈ കാഴ്ച അതിമനോഹരം തന്നെയാണ്. അല്പനേരം വിശ്രമിക്കാനായിട്ട് പൂക്കൾ കൊണ്ടും ചെടികൾ കൊണ്ടും തീർത്ത ഒരു വിശ്രമ സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇതുപോലെയുള്ള വിശ്രമ സ്ഥലങ്ങൾ ഈ പൂന്തോട്ടത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾക്ക് കാണുവാൻ സാധിക്കും. കൂടാതെ വാഷ്റൂം, പ്രയർ റൂം, ഡൈനിങ് ഏരിയ, പാർക്കിംഗ് ഏരിയ, അതേപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് സൗകര്യം ഒക്കെയും ഇവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്നത് പൂക്കൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വലിയ ക്ലോക്കാണ്. ഈ ക്ലോക്കിനോട് ചേർന്ന് തന്നെ പീലി വിരിച്ചാടുന്ന അതിമനോഹരമായ 2 മയിലുകളുടെ രൂപവും നമുക്ക് കാണുവാൻ സാധിക്കും. പച്ച പുല്ലുകൊണ്ട് തീർത്ത ഒരു കുട്ടിക്കൊമ്പൻ്റെ അതിമനോഹരമായ ഒരു രൂപമാണിത്. തൊട്ടുപിറകിലായി കളർ ലൈറ്റുകളിൽ മിന്നിത്തിളങ്ങി നിൽക്കുന്ന പച്ച പുല്ലുകൊണ്ട് തീർത്ത കാസ്ലേ കാണാൻ അതിസുന്ദരം തന്നെയാണ്. അങ്ങനെ ദുബായിലെ മിറാക്കിൾ ഗാർഡൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങളെ സ്വാഗതം ചെയ്ത കുതിരകളുടെ രൂപങ്ങളോടും മറ്റും ഇവിടെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോയെ പറ്റിയുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ നമ്മൾക്ക് പുതിയൊരു വീഡിയോയും പുതിയ കുറേ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.